അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഞെട്ടിക്കുന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളി മാറ്റ് ജോലിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി ദളിത് സ്ത്രീക്കെതിരെ ജാതി അധിക്ഷേപവും വ്യാജ പരാതി നൽകിയെന്ന ആക്ഷേപമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. പഞ്ചായത്തിന് മുന്നിൽ ദളിത് സ്ത്രീയും പള്ളിച്ച വീടിലെ തൊഴിലുറപ്പ് തൊഴിലാളി മാറ്റ് കൂടിയായിട്ടുള്ള സ്ത്രീക്കെതിരെ വാർഡ് മെമ്പറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവരെ മാറ്റാൻ വേണ്ടി വ്യാജ പരാതി നൽകി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പഞ്ചായത്തിന്റെ മുന്നിൽ പള്ളിച്ചിറ വീട്, കല്ലുപാലം തുടങ്ങിയ വാർഡുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും മാറ്റുമായിട്ട് പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തി. പഞ്ചായത്തിലെ തന്നെ മറ്റൊരു വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ശ്യാമിന്റെ നേതൃത്വത്തിൽ ഈ പരാതിയെ സംബന്ധിച്ചുള്ള വീഡിയോ ചിത്രീകരിച്ച് പുറത്തേക്ക് വിട്ടപ്പോഴാണ് പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടന്ന ജാതി അധിക്ഷേപത്തിന്റെ ഞെട്ടിക്കുന്ന വിവരം പുറത്തേക്ക് വരുന്നത്. ഇത് നിങ്ങൾ അവിടെ എന്താണ് പ്രശ്നങ്ങളെന്ന് പറയും. ഞാൻ വീഡിയോ എടുക്കുകയാണ്. നിങ്ങൾ അവിടെ നടന്ന സംഭവങ്ങളെന്ന് പറഞ്ഞു. എന്റെ കൂടെ നിന്ന 10 തൊഴിലാളിയിൽ ആ തൊഴിലാളിമാർ ഉച്ചയ്ക്ക് ഞാൻ പോയ സമയത്ത്, ലഞ്ച് ബ്രേക്കിന് പോയ സമയത്ത് അവര് കുറച്ച് തേങ്ങ, ഉടമസ്ഥന്റെ അടത്തിട്ടിരുന്ന കുറെ തേങ്ങ വാരി അവിടുത്തെ മെമ്പറെ വീട്ടിലിട്ട്, നമ്മളിപ്പോഴത്തെ പുതിയ വാർഡ് മെമ്പറെ വീട്ടിലിട്ടിട്ട് വാർഡ് മെമ്പറെ വീട്ടിലിട്ടിട്ട് അവര് മെമ്പറിന്റെ ബന്ധുക്കൾ തന്നെ അവരിതെല്ലാം ഒതുക്കി. ഈ ഉടമസ്ഥ എന്നെ വിളിച്ച് രാവിലെ കാര്യം പറയാനുണ്ട്. ഇനി ഇത് മോട്ടിക്കരുത്, ഞങ്ങൾക്ക് ഇത് പുറത്ത് കൊണ്ടുവരാൻ ഇഷ്ടമില്ല, പരാതിക്കും ഗ്യാസിലെന്ന് പഞ്ചായത്ത് പോവാനും വയ്യ, പറഞ്ഞ് മാറ്റ് വിലവ് ചെയ്യണം. ഞാൻ പറഞ്ഞ് വിലവ് ചെയ്തപ്പോ എന്നെക്കെതിരെ തിരിഞ്ഞ് ആ 12 തൊഴിലാളികളും എന്റെ പേർക്ക് കേസ് കൊടുത്ത്, എന്റെ പേർ പിന്നെ അവസാന അപവാദങ്ങൾ അത്രയും പറഞ്ഞ്. അപ്പൊ ഈ മെമ്പറോട് ഞാൻ പറഞ്ഞപ്പോ മെമ്പർ പറയണ ഉടമസ്ഥന് പരാതിയില്ല, പിന്നെ എനിക്ക് എന്തിനെന്ന്. അതിൽ തൊട്ടാണ് ഇവരിതൊക്കെ പറഞ്ഞത്. പള്ളിച്ച വീട് മെമ്പർ എന്ന് പറയുന്നത് വിവേകിനോട് നിങ്ങൾ ഈ കാര്യം പറഞ്ഞു. ഇങ്ങനെ ഇവിടെ ഒരു മോഷണം നടത്തി പരാതിയില്ല എന്നുവെച്ചാൽ വിവേകിന്റെ വീട്ടിന്റെ അടുത്തല്ലേ ഓണർ. അപ്പൊ ഈ മോഷ്ടിച്ച സാധനങ്ങളെല്ലാം എവിടെ കൊണ്ടിട്ടത്? അത് ഇട്ടിട്ട് അവര് കൊണ്ടുപോയി. വിവേക് മെമ്പറെ വീട്ടിലിട്ടിട്ട് അവർ കറക്കൊണ്ട് പോയി. ഈ മോഷ്ടിച്ച സാധനങ്ങൾ നിലവിലെ പഞ്ചായത്ത് മെമ്പറായ വിവേക് മെമ്പറെ വീട്ടിൽ കൊണ്ട് വയ്ക്കുകയും അവിടെ നിന്ന് പിന്നീട് വന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഇത് പക്ഷെ ആ സംഭവം നിങ്ങൾ അറിഞ്ഞില്ല. പക്ഷെ നിങ്ങൾ ഈ മോഷണത്തിനെതിരായി സംസാരിച്ചത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഈ മാറ്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പറയുന്നത്. എന്നെ മാറ്റണമെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ജാതി അധിക്ഷേപിച്ചെന്ന് പറഞ്ഞ് ഞാൻ ഒരു ഹരിജൻ കുട്ടിയായോണ്ട് എന്നെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് കുറെ നാളെ കൊണ്ട് ഈ രാധാകൃഷ്ണൻ എന്ന ആള് രാധാകൃഷ്ണൻ നായർ എന്നെ ചീത്ത വിളിക്കുകയും എന്നെ അടിക്കാൻ വരികയും പിന്നെ എന്റെ കൂടെ നിൽക്കുന്ന മാറ്റിന്റെ എന്റെ തലയിൽ ചായ ഒഴിക്കുമെന്ന് പറയുകയും ചെയ്ത് ഞാൻ ആൾക്കാരെ വീട്ടിൽ ഇത് പണം മേടിക്കണമെന്ന് പറഞ്ഞ് അപവാദങ്ങൾ പറഞ്ഞു വരത്തി ഇവിടെ കൊണ്ടുവന്ന് പരാതി കൊടുത്ത് കുറച്ചു പേർക്ക് പുതിയ ജോലി അടിക്കണമെന്ന് പറഞ്ഞും കൊണ്ട് ഒപ്പിട്ട് വാങ്ങിച്ച് എന്റെ പേർക്ക് ഇവിടെ പരാതി കൊടുത്താണ് എന്നെ ഇപ്പൊ മാറ്റിച്ചിരിക്കണം. അങ്ങനെയാണ് വിവേക് മുമ്പർ പറയുന്നത് 27 പേര് നിങ്ങൾക്കെതിരെ പരാതി തന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾ മാറണം, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരിയാണ് എന്ന് എന്റെ കൂടെ ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പൊ ഈ തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്ന വർഷങ്ങളായിട്ട് നിങ്ങളോട് നിൽക്കുന്ന തൊഴിലാളികളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ തുടരണമെന്നാണോ നിങ്ങൾ മാറണമെന്നാണോ? അവർക്ക് 10 പേർക്ക് ഞാൻ വേണ്ട, 10 പേർക്ക് വേണ്ട. പക്ഷെ ഭൂരിപക്ഷം ആളുകൾ നിങ്ങൾ നിൽക്കണമെന്നാണോ? ഭൂരിപക്ഷം ആൾക്കാർ നിൽക്കണം, ഇവരെല്ലാവരും ഉണ്ടല്ലോ, ഭൂരിപക്ഷം ആൾക്കാർ നിൽക്കണം. ഈ ജാതി അധിക്ഷേപം നടത്തിയപ്പോഴത്തേക്ക് നിങ്ങൾ എന്തുകൊണ്ടാ പരാതി കൊടുക്കാത്തത്? ഞാൻ ഒരു നാട്ടിലുള്ളവരല്ലേ, എന്തിന് പരാതി? അല്ല, നിരന്തരം ഇങ്ങനെ ജാതി അധിക്ഷേപിച്ച് സംസാരിച്ചപ്പോ അത് നിങ്ങൾ പരാതി കൊടുക്കണമായിരുന്നു. ഇവിടെ നിയമവ്യവസ്ഥകളുണ്ടല്ലോ. പറയുന്നത് വെച്ചാൽ ഞാൻ അവരെ ജാതി പേര് പറഞ്ഞാൽ ഇവിടെ പരാതി കൊടുത്തു, എന്നെ തിരിച്ചു. അപ്പം ഈ SC വിഭാഗത്തിൽപ്പെട്ട നിങ്ങൾ മാറ്റ് സ്ഥാനത്ത് നിന്ന് മാറണമെന്നാണ് ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞ ആളുടെ അഭിപ്രായം. രാധാകൃഷ്ണൻ അഭിപ്രായവും മെമ്പർ അഭിപ്രായവും അവിടുന്ന് മെമ്പറെ ബന്ധുക്കൾ, എന്നിട്ട് മെമ്പറെ ബന്ധുവിൽപ്പെട്ട ഒരാളിനെയാണ് ഇപ്പൊ ഇവിടെ മാറ്റായിട്ട് നിയമിച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു ദിവസം പോലും തൊഴിലുറപ്പിന് ഇറങ്ങാത്ത. എന്റെ പേരിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല, ഒരു പരാതിയില്ല പഞ്ചായത്തിൽ. അതിനുശേഷം ഞാൻ എന്റെ ജാതിയെ വിളിച്ച് അധിക്ഷേപിക്കുകയും എന്നെ അപമാനിക്കുകയും ചെയ്തിട്ട് എന്റെ മാറ്റ് സ്ഥാനം എന്നെ മാറ്റുവടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ മാറ്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നത്. അതിനെനിക്കൊരു നടപടി ഉണ്ടാവണം. രാധാകൃഷ്ണൻ നായർ വെല്ലുവിളിച്ച് പറഞ്ഞു, ഇനി ഞാൻ മാറ്റായിട്ട് തുടരൂല, എന്നെ മാറ്റിയിരിക്കുമെന്ന് വെല്ലുവിളിച്ച് പറഞ്ഞു. കഴിഞ്ഞ 6 വർഷമായി ഈ ജോലിയിൽ തുടരുന്ന വ്യക്തിയാണ് സിന്ധു. സിന്ധുവിനോട് കഴിഞ്ഞ ദിവസം നടന്ന തൊഴിലുറപ്പ് ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു പരാതി സ്ഥല ഉടമ പറയുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് വാർഡ് മെമ്പറോട് സൂചിപ്പിക്കുകയും അത് പരാതി നൽകുകയും ചെയ്തതാണ് സിന്ധുവിനോടുള്ള ശത്രുതയ്ക്ക് കാരണം. അതുകൊണ്ട് സിന്ധുവിനെ മാറ്റാൻ വേണ്ടി ജാതി അധിക്ഷേപവും വ്യാജ പരാതിയും നൽകിയെന്ന് ഇവർ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയ സിന്ധുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ മെമ്പറായിട്ടുള്ള ശ്യാം ഇവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും അവർക്ക് വേണ്ട സഹായം ലഭ്യമാക്കാമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന് പരാതി കൊടുക്കാനാണ് നിങ്ങൾ ഈ പഞ്ചായത്ത് ഓഫീസിൽ വന്നത്.
എന്നെ കുറിച്ച് വ്യാജ പരാതിയും അതിലൊരു തൊഴിലാളി ഇവിടെ കൊടുക്കും. അല്ല അതിപ്പം തൊഴിലുറപ്പ് തൊഴിലാളികളായിരുന്നാലും മാറ്റിനായിരുന്നാലും അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും മാറ്റാനൊന്നും പറ്റത്തില്ല. ഇതിനൊരു നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്തായിരുന്നാലും അവിടെ നിൽക്കുന്ന പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് നിങ്ങളെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ല. അങ്ങനെ മാറ്റണമെങ്കിൽ അതിന് ന്യായമായ കാരണങ്ങളുണ്ടാകണം. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു മെമ്പർ പുതിയതായിട്ട് വന്നെന്നും പറഞ്ഞൊരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊന്നും ആരെയും മാറ്റാനൊന്നും പറ്റില്ല. ഞാനും പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടൊരു മെമ്പറാണ്. എൻ്റെ വാർഡിൽ 4 മാറ്റന്മാരുണ്ട്. ആ 4 മാറ്റന്മാരെ നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. ബാക്കിയുള്ള 19 വാർഡുകളിലും അങ്ങനെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നിങ്ങൾ അല്ല പള്ളിച്ച വീട്ടിൽ അത് ചെയ്തെങ്കിൽ നിങ്ങളിപ്പോൾ മെമ്പറുമായിട്ട് ആദ്യം ഒന്ന് വിളിച്ച് സംസാരിക്കാം. നമുക്ക് ശരി, അത് നമുക്ക് എല്ലാത്തിനും ഒരു മര്യാദ ഉണ്ടല്ലോ. അപ്പോൾ പുതിയ മെമ്പർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനോട് നിങ്ങൾ കാര്യങ്ങൾ പറയുക. ഞങ്ങൾ വർഷങ്ങളായി ഈ മേഖലയിൽ പണിയെടുക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും എന്താണെന്ന് മെമ്പറുമായിട്ട് നിങ്ങൾ സംസാരിക്കും. അത് സംസാരിച്ചിട്ട് അതിന് ഫലം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം നിങ്ങളിവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളെ ഉൾപ്പെടെ ഒരു മാസ്റ്റർ പെറ്റീഷൻ തയ്യാറാക്കിക്കൊണ്ട് ഇവിടെ കൊണ്ടുകൊടുക്കുക. അതിന് അവർ നിയമപരമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നമുക്കൊരു സമരവുമായി മുന്നോട്ട് പോകാം. അതിനകത്ത് തൊഴിലാളികളോടൊപ്പം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമെന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ പ്രസ്ഥാനവും നിങ്ങളോടൊപ്പം കാണും. തൊഴിലുറപ്പ് തൊഴിലാളികളിൽ ഭൂരിഭാഗവും സിന്ധു തന്നെ മാറ്റായി തുടരണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരും ഈ പ്രതിഷേധത്തിന് സിന്ധുവിനോടൊപ്പം പഞ്ചായത്തിലേക്ക് ഇന്ന് നേരിട്ടെത്തിയത്. അപ്പോൾ ഈ ഇരിക്കുന്നവരെല്ലാം നിങ്ങളെ കൂടെ ഇന്ന് വന്നതാണ് പരാതി കൊടുക്കാനായിട്ട് വന്നത്. അമ്മ ഈ തൊഴിലുറപ്പ് നിങ്ങളെ മാറ്റ് പറഞ്ഞതെല്ലാം കറക്റ്റാണ്. നമുക്കൊരു പരാതിയില്ല. അല്ല ഈ തൊഴിലുറപ്പ് നിങ്ങൾക്ക് ഈ മാറ്റ് തുടരണമെന്നാണ് നിങ്ങളുടെ ആവശ്യം. അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം. എന്നിട്ട് നമുക്ക് ഇവിടെ പരാതിപ്പെടാനുള്ള പരാതി ചെയ്യാം. 8 വർഷം കൊണ്ട് ആ മാറ്റിനെ നിൽക്കണം. ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. മാറ്റിനെ കൊണ്ട് ഒരു പരാതിയില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നിലവിലെ മാറ്റ് തുടരണം എന്നുള്ളതാണ്. മാറ്റ് മതി. അപ്പൊ നിങ്ങളെ പഞ്ചായത്ത് മെമ്പറാണ് ഇപ്പൊ മാറ്റിനെ മാറ്റണമെന്നും പറഞ്ഞ് നിൽക്കുന്നത് അല്ലേ? ശരി, അപ്പൊ നിങ്ങൾക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി കൊടുക്കുക. തുടർന്നുള്ള ദിവസം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി ആലോചിച്ച് ചെയ്യാം കേട്ടോ. ശരി. രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് തനിക്ക് നേരെയുള്ള ഈ വേട്ടയാടലെന്ന് സിന്ധു പറയുന്നുണ്ട്. തനിക്ക് ഇടതുപക്ഷ രാഷ്ട്രീയമുള്ളതിന്റെ ഭാഗമായിട്ടാണ് മാറ്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി കോൺഗ്രസുകാരൻ കൂടിയായിട്ടുള്ള വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ തനിക്കെതിരെ വ്യാജ പരാതി നൽകിയതായി ഇവർ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി തനിക്ക് നേരെ ജാതി അധിക്ഷേപം നിരന്തരം തുടരുകയാണ്. ജോലി എന്നുള്ള നിലയ്ക്ക് അക്കാര്യങ്ങളിൽ പരാതിപ്പെടാതെ താൻ അതെല്ലാം സഹിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് തനിക്കെതിരെ ഇപ്പോൾ വ്യാജ പരാതി നൽകി ജോലി തെറിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അതിനെ തുടർന്നാണ് പഞ്ചായത്തിന് മുന്നിൽ പരസ്യ പ്രതിഷേധവും രംഗത്തെത്തിയതെന്ന് പറയുന്നു. തെറ്റൊന്നും ചെയ്യാതെയാണ് തനിക്ക് നേരെ ഈ രീതിയിലുള്ള നീതികെട്ട പ്രവർത്തനം അരങ്ങേറുന്നതെന്നും സിന്ധു പറയുന്നുണ്ട്. തെറ്റ് ചെയ്യാത്ത വ്യക്തിയെ തെറ്റുകാരാക്കി ചാപ്പകുത്തിക്കൊണ്ട് ചെയ്യുന്ന ഈ പ്രവർത്തനം ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അകാരണമായി തനിക്കെതിരെ നടപടിയെടുക്കാൻ നീക്കം നടത്തുന്നു എന്നറിഞ്ഞുകൊണ്ട് സിന്ധു പഞ്ചായത്തിന്റെ മുന്നിൽ ഭൂരിപക്ഷം തൊഴിലാളികളുമായി എത്തി പരസ്യമായി പ്രതിഷേധിച്ചത്. ആ ജോലി ചെയ്യിപ്പിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് അവരുടെ പിന്നിൽ ഇത്രയും തൊഴിലാളികൾ അണിനിരന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ചിലരെ മനഃപൂർവ്വമായി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടാൻ ഒരുങ്ങുമ്പോൾ അവർ ചെയ്യുന്ന ജോലിയിൽ അവരോടൊപ്പം പ്രവർത്തിക്കുന്നവർക്ക് അവരിൽ വിശ്വാസമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ പരാതിയെ സംബന്ധിച്ച് കൃത്യമായി ഊഹിക്കാവുന്നതേയുള്ളൂ. എന്തായാലും പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ നീക്കത്തിന്റെ പേരിൽ പാവപ്പെട്ട ദളിതരായിട്ടുള്ളവരുടെ ജോലി തെറിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പഞ്ചായത്തിലെ മറ്റൊരു വാർഡ് മെമ്പർ എടുത്ത് പുറത്തേക്ക് വിട്ട വീഡിയോയാണ് ഇതിനകത്ത് നടക്കുന്ന ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പുറം ലോകത്ത് എത്തിച്ചിരിക്കുന്നത്.